നമസ്കാരം. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് കൈത്താങ്ങുക എന്ന ലക്ഷ്യവുമായിട്ട് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച ധനസമാഹരണ പദ്ധതിയായിരുന്നു പന്നിയിറച്ചി ചലഞ്ച് അഥവാ പോർക്ക് ചലഞ്ച്. റീബിൽഡ് വയനാട് ക്യാമ്പയിൻ്റെ ഭാഗമായി ധനസമാഹരണത്തിനാണ് പന്നിയിറച്ചി വിൽപ്പന നടത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 2 ജില്ലകളിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. എറണാകുളം ജില്ലയിലെ കോതമംഗലം, അങ്കമാലി, മഞ്ഞപ്ര മേഖലയിലെ ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 18-നാണ് പന്നിയിറച്ചി വിൽപ്പന നടന്നത്. മഞ്ഞപ്രയിൽ 380 രൂപയുടെ ഇറച്ചി 350 രൂപയ്ക്കാണ് വിൽപ്പന. കോതമംഗലത്ത് 375 രൂപയ്ക്കും. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിലാണ് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പോർക്ക് ചലഞ്ചിനെ വിമർശിച്ചത്. കുറിപ്പ് ഇങ്ങനെയാണ്: ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ. മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിശ്ചിത ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരന്ത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപവുമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിപ്പിക്കുന്നതിനുള്ള മറുപടിയാവില്ല. നാസർ ഫൈസി കൂടത്തായി എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റിനെതിരെ വിമർശനമുയരുന്നുണ്ട്. കോതമംഗലത്ത് നടത്തുന്ന പോർക്ക് ചലഞ്ചിൽ നിന്നും ലഭിക്കുന്ന പണം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഉപയോഗിച്ചാൽ എങ്ങനെ മതനിന്ദയാകുമെന്ന ചോദ്യത്തിന് ആരും മറുപടി പറയുന്നില്ല. സംസ്ഥാനത്ത് പലയിടത്തും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തുടങ്ങിയ വിവിധ യുവജന സംഘടനകൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ചായ വിൽക്കുകയും പായസം വിൽക്കുകയും മീൻ വിൽക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നിന്ന് ഇത് മാത്രം ചികഞ്ഞെടുത്ത് എതിർപ്പുന്നയിക്കുന്നവർ വർഗീയ വിഷം ചീറ്റുന്നവരാണെന്നും ഇവരെ അകറ്റി നിർത്തണമെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയരുന്നുണ്ട്.